അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ഓണം വീഡിയോ ആണ്. ഓണത്തിന് ഉത്രാടത്തിനന്ന് രാത്രി ഇപ്പോൾ ഒരു 10:30 ആവുന്നില്ലേ, 10:30 ആവാറായി. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഹസ്ബൻഡ് ഇല്ല, അച്ഛൻ ഇവിടെ ഇല്ലേ? അച്ഛൻ ഇവിടെ ഇല്ല, പുറത്ത് പോയേക്കാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഓണത്തിന്. പിന്നെ ഇവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, അവരൊക്കെ വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കും ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക്. നാളെ ഇവർക്ക് അവധിയാണ്, സ്കൂളിന് നബിദിനത്തിൻ്റെ അവധി ആയതുകൊണ്ട് ഓണത്തിന് അവധി കിട്ടി. അതുകൊണ്ട് നാളെ സ്കൂളിൽ പോകണം രണ്ടുപേർക്കും. അങ്കിത്തൊക്കെ ഹോംവർക്കൊക്കെ എഴുതുന്നതേ ഉള്ളു. അബി എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇൻട്രോ പറയാൻ ഞാൻ വിളിച്ചപ്പോൾ കൂടെ വന്നതാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഉള്ളതൊക്കെ അരിഞ്ഞു വെക്കണം, സാമ്പാറിനും അവിയലിനും ഒക്കെ. എല്ലാം രാത്രി തന്നെ കട്ട് ചെയ്ത് വെക്കണം. ഉള്ള പച്ചക്കറിയൊക്കെ നമുക്ക് അരിഞ്ഞു കൂട്ടി വെക്കാം, രാവിലെ പെട്ടെന്ന് അങ്ങ് വെക്കാനേരം. 10:30 കഴിഞ്ഞു. ഇനി തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ മുറ്റത്താണെങ്കിൽ ഒരു വലിയ പാലമരം നിൽപ്പുണ്ട്, നിറച്ച് പൂക്കളുമുണ്ട്. ആ പൂക്കൾ കണ്ടിട്ടാണ് ഞാൻ അത്തം മുതൽ പൂ ഇട്ട് തുടങ്ങിയത്. പിന്നെ നമ്മൾ കുറച്ച് പൂവൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച്, അപ്പോൾ തിരുവോണത്തിനന്ന് രാവിലെ കുളിച്ചിട്ട് പൂവൊക്കെ പറിക്കുകയാണ് അത്തപ്പൂ ഇടാൻ. അന്ന് രാവിലെ നല്ല മഴയായിരുന്നു. രാവിലെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു. മഴയാ, മഴ മഴ മഴ. ഞങ്ങൾ പൂ ഇടാൻ പോവാട്ടോ. ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞേ. അങ്കിത്തോബിയൊക്കെ എണീറ്റ് റെഡി ആയിട്ട് വന്നിരിപ്പുണ്ട് പൂ ഇടാന്. ഇങ്ങോട്ട് വെക്ക്. അങ്കിത്തെ ഇവിടെ പുറത്ത് ഭയങ്കര മഴ. നമുക്ക് മഴയായതുകൊണ്ട് പുറത്തോട്ട് ഇടാൻ പറ്റത്തില്ല പൂക്കളം, അതുകൊണ്ട് അകത്തിടാ. മഴയാ മഴ, മഴയാ. അങ്ങനെ നമ്മൾ പൂക്കളമൊക്കെ റെഡിയാക്കിയിട്ട് അങ്കിത്വാബിയൊക്കെ മുണ്ടൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോയൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്ന്. അപ്പോഴും നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പം വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ആക്കണം, സദ്യ ഒരുക്കണം, അത്രേ ഉള്ളൂ. കുറച്ചൊക്കെ കറികളൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പൂക്കളമൊക്കെ ഇട്ടിട്ട് ഓണപ്പാട്ടൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ട്. അതൊക്കെ കേട്ട് ഇങ്ങനെ പോവൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക. സദ്യക്കുള്ള സാമ്പാറായിട്ടുണ്ട്, പരിപ്പ് കറിയായി, ചോറ് തിളയ്ക്കുന്നു, അവിയലിന് അരിഞ്ഞു വെച്ചേക്കുന്നു, പിന്നെ ഇഞ്ചിക്കറി ആയിട്ടുണ്ട്, മോരുകറി ആയിട്ടുണ്ട്. സ്ഥലം കുറവായതുകൊണ്ട് വലിയ പാടാ പറക്കി വെക്കാനിവിടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ. കരിഞ്ഞു പോയോ? ദോശയും സാമ്പാറും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായപ്പോഴത്തേക്ക് സമയം 9 ആയിരുന്നു. അപ്പം നമ്മൾ പിന്നെ അവിയലിൻ്റെയും കൂടെ കഷ്ണം അടപ്പിലോട്ട് വെച്ചിട്ടാണ് കഴിക്കാനിരുന്നത്. പിന്നെ അവിയലും കൂടെ വെന്താൽ മതിയായിരുന്നു. പിന്നെ അതിൽ വെന്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വാങ്ങി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ സദ്യക്കുള്ള കൂട്ടാൻ കറികളെല്ലാം റെഡി ആയായിരുന്നു. ഇനിയും പിന്നെ കുറച്ച് പായസം കൂടെ വെച്ചാൽ മതിയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡെല്ലാം റെഡിയാക്കി 11 ആയപ്പോഴത്തേക്ക്. അപ്പം നമുക്ക് ഓണസദ്യക്ക് ചോറായി, പായസം വെക്കാൻ പാല് അടപ്പയിലിരിക്കുന്നു, പിന്നെ സാമ്പാർ, പരിപ്പ്, തോരൻ, അവിയൽ, പിന്നെ പച്ചടി, പിന്നെ ഇഞ്ചിക്കറി. ഇഞ്ചിക്കറിയുടെ അടിയിൽ മോരുകറി. ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് മണ്ടയ്ക്ക് എടുത്ത് വെച്ചേക്കുക. ഇത് നമ്മുടെ മോരുകറി, പുളിശ്ശേരി, പിന്നെ പച്ചമോര്,
പച്ചമോര്. ഈ പായസം മിക്സ് പൊട്ടിക്കാൻ നോക്കുവാണേ. കയ്യ മുറിയല്ലേ? ഇങ്ങോട്ട് കാണിച്ചത് ഇവിടുത്തെ മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ചതാ. റോയൽ ഡെലിക്കസി റൈസ് പാലട മിക്സ്. റൈസ് പാലട. ഇഞ്ചിക്കറി ഞാൻ ഇന്നലെ രാത്രി വെച്ചായിരുന്നു. പപ്പടവും കൂടെ കാച്ചണം, അപ്പോഴത്തേക്ക് നമ്മുടെ സദ്യ റെഡിയാവും. അപ്പം ഞങ്ങളുടെ ഓണസദ്യയൊക്കെ ഒരുവിധം റെഡിയായി. ഇനി പായസവും കൂടെ ആയാൽ മതി. ഞങ്ങൾ പഴം കണ്ട് തൂക്കിയിട്ടേക്കുന്നത് കേട്ടോ. പഴം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചളുങ്ങിപ്പോയി, അപ്പോൾ കെട്ടി തൂക്കിയിട്ടേക്കുന്നു. ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച, മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ചല്ല, അതൊക്കെ വാങ്ങിച്ച് തന്നേ തീർന്നു. ഇവിടെ അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധനം വാങ്ങിക്കാനൊക്കെ വലിയ പാടായിരുന്നു. നമുക്ക് ഒത്തിരി ദൂരം നടന്നു പോകണമായിരുന്നു. അപ്പോൾ നടന്നിട്ടൊക്കെ വന്നിട്ട് സാധനമൊക്കെ വാങ്ങിച്ചാൽ വലിയ പാടായിരുന്നു. അതുകൊണ്ട് പോകുന്നതിന് മുമ്പിട്ട് നമുക്ക് ഉപ്പേരി ശർക്കര വരട്ടിയൊക്കെ വാങ്ങിച്ച് തന്നായിരുന്നു. പക്ഷേ അതൊക്കെ തീരാറായി കേട്ടോ. എന്നാലും കുറച്ച് വെച്ചിട്ടുണ്ട് ഓണത്തിൻ്റെ ഇലയിൽ കഴിക്കാൻ. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ ആയി. അവിടെ ഒരച്ഛനൊക്കെ ഓണസദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. തവിയെല്ലാം ഇട്ടിട്ട് ഇപ്പം പായസത്തിന് അധികം തവിയില്ല, ചെറിയ സ്പൂണാ. പൊട്ടിച്ചോ കവി? പൊട്ടിക്കണം. അപ്പൊ ഇനി പായസം കൂടെ വെച്ചാൽ മതി നമുക്ക്. പായസം വെക്കണം, പപ്പടവും കാച്ചണം, ബാക്കിയെല്ലാം ആയി. ഇപ്പൊ സമയം 11:30 കഴിഞ്ഞ്. ഇവിടെ 2 ഫാമിലിയെ വിളിച്ചിട്ടുണ്ട്. അവര് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ പപ്പടം വറുത്ത് കഴിഞ്ഞു. ഇനി പായസം ആയിട്ടോ. ഇവിടെ പറ്റണം. ശർക്കര വരട്ടി ഇനി ഇത്ര ഇരിപ്പുണ്ട്. ഓണത്തിന് കഴിക്കാൻ വേണ്ടി വെച്ചേക്കുവാ. പോകുന്ന നമ്മളപ്പോ ഓണത്തിന് റെഡിയായി. ഓണസദ്യ കഴിക്കാനും നമ്മൾ ഡ്രസ്സൊക്കെ മാറി. അവർ മൂടായി. ഞാൻ സാരി ഉടുത്ത്. ഇനി നമുക്ക് 2 ഗസ്റ്റ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടെ നോക്കിയിട്ട് നമുക്ക് കഴിക്കാം. സദ്യ എല്ലാം വിളമ്പാൻ റെഡിയായി വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇലക്കകത്ത് ആദ്യം ഒന്ന് വിളമ്പി വെക്കണം. കുറച്ച് ചോറ്, പായസം, തോരൻ, സാമ്പാർ, പച്ചമോര്, പരിപ്പ്, മോരുകറി, അവിയൽ, ശർക്കര വരട്ടി, മാങ്ങാച്ചാറ്, ബീട്രൂട്ട് പച്ചടി, ഇഞ്ചിക്കറി. എല്ലാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? മോര്, പരിപ്പും സാമ്പാറും പപ്പടം അത്രയല്ലേ വേണ്ടു. പപ്പടം, പപ്പടം, വെള്ളം റെഡി. അങ്ങനെ നമ്മൾ എല്ലാം പാത്രത്തിലൊക്കെ പകർന്നു വെച്ച് ഒരു ഇലയിട്ട് എല്ലാം വിളമ്പി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ വിളിച്ചവരൊക്കെ വന്ന്. നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സാണ് അവർ. തമിഴ്നാട്ടുകാരാണ് 2 പേരും വന്നത്. ഇത് ഒരു ഫാമിലി. ഇനി ഒരു ഫാമിലിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും വന്ന് ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അവർ നമ്മുടെ ഫുഡൊന്നും അധികം കഴിച്ചിട്ടില്ലല്ലോ തമിഴ്നാട്ടുകാർ. അപ്പം നമ്മുടെ ഫുഡ് രീതിയൊക്കെ കഴിച്ചു നോക്കാം. അവർ വേറെ അരിയുടെ ചോറാണ് കഴിക്കുന്നത്. നമ്മൾ ഇച്ചിരിയുടെ വലുതായിട്ടുള്ള അരിയല്ലേ കഴിക്കുന്നത്. അപ്പം ഫുഡൊക്കെ കൊടുക്കാം നമുക്ക്. ഫുഡൊക്കെ കഴിച്ച് പിള്ളേർക്ക് കഴിക്കാൻ പാടാം, വലിയവരൊക്കെ കഴിക്കും. കൊച്ചു പിള്ളേർക്കൊക്കെ വലിയ പാടാണ് കഴിക്കാൻ നമ്മുടെ ഫുഡൊക്കെ. അങ്ങനെ അതെല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാനും കഴിക്കാനിരുന്നത്. എനിക്കും വിളമ്പി വെച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ട് അപ്പോഴത്തേക്ക് അങ്കിത്തോബിയൊക്കെ കഴിച്ച് കഴിയാറായി. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടെ 3 പേരുടെയും കൂടെ കുറച്ച് വീഡിയോയും ഒക്കെ എടുത്ത് തന്ന് അങ്ങനെ ചോറൊക്കെ കഴിക്കാനിരുന്നു. ഓണത്തിനാണെങ്കിൽ നമുക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്നതല്ലേ സന്തോഷം. അപ്പം നമുക്കിവിടെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. നാട്ടിലെ എല്ലാവരും അവിടെ നല്ലോണം ഓണമൊക്കെ ആഘോഷിക്കുന്നു.
എല്ലാം മിസ് ചെയ്യും. എന്നാലും നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് നമുക്കുള്ളത് കൊണ്ട് നമ്മളും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച്. അപ്പോൾ ഇവരെയും കൂടെ വന്നതും നമുക്ക് സന്തോഷമായിരുന്നു. ഇല്ലെങ്കിൽ ഞാനും പിള്ളേരും മാത്രമായി പോയേനെ ഇവിടെ ചോറുണ്ണാനേ. അപ്പോൾ ഒരു രസം കാണത്തില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് ചോറൊക്കെ കഴിക്കാനും പിന്നെ നാട്ടിലെ ഓണക്കളികളും ഒക്കെ മിസ്സാവും. എന്നാലും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് പിന്നെ അവർക്ക് വലിയ പാടായിരുന്നു കഴിക്കാനൊക്കെ. പിന്നെ കുറച്ച് കൂട്ടാനും കറികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട്. അപ്പം നമ്മുടെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് പൂക്കളത്തിൻ്റെ അടുത്ത് പോയി ഇരുന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം റോഡിലൊക്കെ പോയിരുന്ന് എല്ലാവരുമായിട്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞ്. അവിടെ ഓണക്കളികൾ നടത്താനും നമുക്ക് അധികം പേരൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ എല്ലാം അപ്പുറം ഇപ്പുറം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞ് പിള്ളേർ അവിടെ കുറേ നേരമൊക്കെ കളിക്കുകയൊക്കെ ചെയ്ത്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം ഇപ്രാവശ്യം. അപ്പം ഞങ്ങളുടെ ഒരു ഓണത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.